പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലൂടെയുള്ള നിയോഗങ്ങൾ പെട്ടെന്ന് നിറവേറാനാവശ്യമായ ചില വിശ്വാസ സമീപനങ്ങളുണ്ട്. നമ്മുടെ ഈ വചനധാരയിൽ എപ്പോഴും നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഉടമ്പടി നിറവേറ്റാൻ കഴിയും. അതിന് ഒരു വ്യക്തിക്ക് വേണ്ട സ്വകാര്യ നിലപാടുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ സുവിശേഷപരത എത്രത്തോളമുണ്ട്. അങ്ങനെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് നിങ്ങൾ ഈ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആൾക്കാർ അവരുടെ ദൈവാനുഭവങ്ങളിലെ കോട്ട് ചെയ്യുന്നത് ഈ ഉടമ്പടി ധ്യാനത്തിൽ കിട്ടിയിട്ടുള്ള ഒരു തൊട്ടറിവുകളൊക്കെയാണ്. ഉടമ്പടി ധ്യാനം വളരെ ഗൗരവമായിട്ട് പല പ്രാവശ്യം കേട്ട് ഗ്രഹിച്ച് പ്രയോഗിക്കുന്നവരുണ്ട്. കാരണം ഇതൊരു സിദ്ധാന്തവും പ്രയോഗവും പോലെയാണ് വരുന്നത്. ഉടമ്പടി ഒരു സിദ്ധാന്തമാണ്, പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒത്തിരി വ്യയം ചെയ്യാതെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ ലളിതമായി നമുക്ക് സമീപിക്കാവുന്ന പ്രായോഗിക പശ്ചാത്തലമാണ് ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നത്. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അതായത് സാക്ഷ്യം പറഞ്ഞത് അനിലാണ്. അദ്വൈതം മാനന്തവാടിയിൽ നിന്നാണ്. അനിലും ഭാര്യയുടെ സാക്ഷ്യം എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നുകയാണ്. അവിടെ വീട്ടുപേര് അദ്വൈതം എന്നാണ്. അപ്പം അനിൻ്റെ സാക്ഷ്യം ഇതാണ്. ഒത്തിരി ഉണ്ട്. 6 നിയോഗങ്ങളിലെ 5ഉം വിസ്മയകരമായ രീതിയിലാണ് ടൈം ബൗണ്ടായിട്ട് നടക്കുന്നത്. ടൈം ബൗണ്ടാണ്, അതായത് അവൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ അത് ടാർഗറ്റ് ക്ലിയർ ചെയ്യും. അപ്പം അത് ഭയങ്കര വിസ്മയമാണ്. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയണത്, ഇനി ഓർക്കണം, ഈ അനിലെന്ന് പറയുന്ന ആൾ അല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷേ ഭാര്യയുടെ ഉടമ്പടി ഭാര്യ വന്ന് വീട്ടിൽ വിശദീകരിച്ചപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി. അല്ലാതെ നമ്മളോട് ധ്യാനം കൂടിയതല്ല, ഭാര്യ കൈമാറിയതാണ്. അപ്പോൾ ഭാര്യയുടെ ഈ വിശ്വാസ കൈമാറ്റത്തിൽ ഭർത്താവിന് പ്രത്യേക അഭിഷേകം കിട്ടി. അപ്പോൾ അതൊരു വല്ലാത്ത കൈമാറ്റം ആയിക്കണം. കാര്യം അതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ, ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളോട് പറയുമ്പോൾ ഏറ്റവും പ്രശ്നമുണ്ട്, കലഹം ഉണ്ടാക്കുന്നത് നമ്മുടെ ബുദ്ധിയായിരിക്കും. ബുദ്ധി ആദ്യം കലഹിക്കും. അപ്പോൾ ഇവരുടെ ബുദ്ധിയെ നമ്മൾ ആദ്യം തന്നെ ആ ബുദ്ധിയെ കീഴ്പ്പെടുത്താതെ വൈകാരികമായിട്ടുള്ള ഒരു പ്രയോഗ രീതികൾ നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആകാൻ, പങ്കാളിയാകാൻ പറ്റത്തില്ല. ഇപ്പോഴും വരണ ഒരു വിഷയം, ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കഴിഞ്ഞപ്പോൾ 10 സാക്ഷ്യങ്ങൾ കൂടി ഡെയിലി. നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു 10-18 സാക്ഷ്യങ്ങളാണെങ്കിൽ ഇപ്പോഴത് 2004 ആയപ്പോൾ ദിനം പ്രതി 28 സാക്ഷ്യങ്ങളായിട്ട് കൂടി. എഴുതി തന്നെയൊക്കെ 10-500 അതൊന്നുമല്ല ഇവിടെ പറയാൻ വേണ്ടി വന്നത്. ഈ പ്ലാറ്റ്ഫോമിലെ സാക്ഷ്യസുവിശേഷ പ്രയോഗത്തിന് വേണ്ടി വരുന്നവരുടെ എണ്ണം
ഒരു 30% കൂടി. 10 കോടി എന്ന് പറയുമ്പോൾ 30% കൂടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് 30% ഒരു ഹൈക്ക് വന്നത്? അതിൻ്റെ കാരണം ബുദ്ധിപരമായിട്ട് ആരോഗ്യമൊക്കെ ഇത് വല്ലാതെ സ്വാധീനിച്ചെന്നാണ്. കാരണം ഒരു മനുഷ്യന് ബുദ്ധിപരമായിട്ട് സ്വാധീനിച്ചാൽ മാത്രമേ ബാക്കി ഇമോഷണലായിട്ട് അവൻ സെറ്റപ്പ് ആകത്തുള്ളൂ. ഈ ബുദ്ധിപരമായിട്ട് സ്വാധീനിക്കുന്നത് എന്താണ്? പണ്ടൊക്കെ ഉടമ്പടി അമ്മ തന്ന 16-17 കാലഘട്ടങ്ങളിലൊക്കെ വല്ലാത്ത വിമർശനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഡോക്ടേഴ്സ് തന്നെ സമിതികൾ കൂടിയിട്ട് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളുണ്ടാക്കി കൃപാസനത്തിനെതിരെ. ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നും യുക്തിവാദ സംഘങ്ങളിൽ നിന്നൊക്കെ അറ്റാക്ക് ഉണ്ടായി. ജനങ്ങൾ തന്നെ ഇവിടെ അവരുടെ ഇൻസ്റ്റിഗേഷനിൽ വലിയ ജാഥയൊക്കെ നടത്തിയത് അടച്ചു പൂട്ടണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ വളരെ കൂളായിരുന്നു. ഞാൻ വളരെ കൂളായിരുന്നു. സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു. സാക്ഷ്യങ്ങളുടെ എണ്ണം കുറക്കണം, സാക്ഷ്യങ്ങൾ ഡോക്ടേഴ്സിന് സർട്ടിഫിക്കറ്റ് തരാതെ സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നൊക്കെ സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായി. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ഇവരോടൊന്നും പ്രവർത്തകരോടൊന്നും അത് പറയത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന മുഴുവനെന്ന് വെച്ചാൽ സാക്ഷ്യത്തിലാണ് സംഭവിക്കുന്നത്. ഉടമ്പടി സ്ഥിരീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളങ്ങളാണ്. ദൈവം സഹകരിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങളുണ്ടാകും. അതാ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞേ അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സാധനം. അതായത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാഞ്ഞ കാര്യം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ സിൽവർ ഗ്രേയിലെ അമ്മ ഞാൻ മുമ്പിൽ കണ്ടതല്ല, എന്നോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. 10 എന്നെ മുട്ടി വിളിച്ച് പുറകോട്ട് തിരിച്ചു നോക്കി കാണിച്ച കാഴ്ചയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ ലോകത്ത് എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനത് പറയും. കാര്യം ഐ ഹാവ് സീൻ ഇറ്റ് ഡയറക്റ്റ്ലി. എനിക്ക് വേണമെങ്കിൽ മാതാവിനെ ടച്ച് ചെയ്യാമായിരുന്നു. ഇത്രയും ടച്ച് ചെയ്യാവുന്ന രീതിയിൽ അമ്മ മാതാവ് ഈ ലോകത്ത് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എവിടെ വന്നാലും മിണ്ടാതിരിക്കുകയുള്ളൂ. ഞാൻ അത് ദൈവത്തിന് വർക്ക് ചെയ്യാനത്തെ സമയം കൊടുക്കുക. അതാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ മറുപടി ഒന്നും പറയാറുന്നത്. എനിക്ക് കാര്യം മറുപടി എന്ന് പറയണത് നമ്മൾ നാക്കുകൊണ്ട് പറഞ്ഞ് ജയിക്കണതല്ല, ദൈവം വാക്കുകൊണ്ട് അത് പ്രയോഗത്തിൽ വരുത്തി അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് മർക്കോസ് ആദിമസഭയിലുള്ള വിഷയം എന്താണ് ആദിമസഭയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആദിമസഭയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് കൃപാസനം എന്ത് സ്പിരിച്വാലിറ്റി ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃപാസനം മരിയ സ്പിരിച്വാലിറ്റിയാണ്. പക്ഷേ അപ്പോസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയും. കാര്യം വചനം കേട്ട് ആണ് അമ്മ ഈശോനെ, ആ കേട്ട വചനത്തിനെ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി. വചനത്തോട് ആര് ദാസിയാണ് ദാസനാണെന്ന് പറഞ്ഞാലും വചനം ഗർഭം ധരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം മാംസമാകും എന്ന് വെച്ചാൽ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കപ്പെടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യത്തിന് അത് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ വചനങ്ങളാണ്. ബെനഡിക്റ്റ് 14-ാം മാർപ്പാപ്പ പറയുമായിരുന്നു മാതാവ് ഗർഭധാരണം ചെയ്തത് വചനം ചെവിയിലൂടെയാണെന്ന്. അത് തന്നെ റാഫേൽ പിതാവ് എടുത്തിട്ട് കാലഘട്ടത്തിലേക്ക് പ്രയോഗിക്കണത് എന്താണ്? കേൾക്കുന്നതാണ് ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും
സ്നേഹത്തോടെ കേൾക്കുമെന്നാണ്. അതല്ല, കേൾക്കാത്തതാണല്ലോ പ്രശ്നം. അമ്മ മാതാവ് എന്തുകൊണ്ടാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ 87 തൊട്ട് ആൾക്കാരെ കേൾക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വരണത് ഒരു ചീട്ടും പിടിച്ചല്ലേ പറയണത്. എന്താ കാര്യം? എനിക്ക് വേണ്ടി, അതായത് ആളുകളുടെ കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. ഒരാൾക്ക് അരമണിക്കൂർ കൊടുക്കാൻ നമുക്കില്ല, അപ്പോൾ ബാക്കിയുള്ളവരെ കേൾക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഞാനൊരു ദിവസം 150 പേരെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 150 പേരെ അവിടെ കേട്ടിട്ട് അവിടെ മെയിൻ പോയിൻ്റുകൾ എഴുതി വാങ്ങിക്കും. എന്നിട്ട് ഞാൻ അതിലെനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 10 പേരെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 100 പേരെ കേൾക്കാൻ പറ്റും. കേൾക്കണത് നിസ്സാരമല്ല, കേൾക്കണത് പ്രാർത്ഥനയാണെന്നാണ് പറയണത്. അതായത് ഒരു മനുഷ്യൻ, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം സഭയിൽ ഞാൻ ജീവിച്ചപ്പോൾ ചില കൂടുതൽ പഠിച്ചിട്ടുള്ള അച്ഛന്മാർ പറയും, ജോസഫച്ചൻ എന്നാ ചെയ്യണത്? ഞാൻ പറഞ്ഞു, കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ഇപ്പോഴുള്ള ചരിത്രമല്ല, പഴയ ചരിത്രമാണ്. കൗൺസിലിങ്ങോ? അത് സൈക്കോളജി പഠിക്കണ്ടേ? അപ്പം അത് ആവശ്യത്തിന് വേണ്ട സൈക്കോളജിയൊക്കെ പാസ്റ്റേഴ്സ് കൗൺസിലിംഗ് സൈക്കോളജിയും കോളേജിൽ നിന്നും അതുപോലെ തന്നെ സെമിനാരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പ്രയോഗമല്ല. കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ചെവി എന്തിൻ്റെ ചെവിയാണ്? ഒരു മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരുടെ ചെവിയല്ല കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ചെവിയാണ് കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. സഭയ്ക്ക് മനസ്സിലാകാത്തത് പ്രശ്നം അതാണ്. സഭയ്ക്ക് ദൈവത്തിൻ്റെ ചെവി കുറയുകയും മനഃശാസ്ത്രജ്ഞന്മാരുടെ ചെവി ജനങ്ങളുടെ മുറിവുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൈവം പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട്. വചനം ജഡത്വം എന്ന് പറയും. ഇത് മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ചെവികളിലൂടെയാണ്, നമ്മളുടെ ചെവി ദൈവത്തിന് ഹയർ ചെയ്തിട്ട് സാങ്കേതിക ജ്ഞാനമോ ലോകത്തിൻ്റെ ജ്ഞാനമോ ഉപയോഗിക്കാതെ ദൈവജ്ഞാനം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ സഹോദരനുണ്ടല്ലോ, എന്നാ പേര്, അനിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് അനിൽ അദ്വൈതം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മകള് 12 വയസ്സുണ്ട്. 12 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ചെവിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. ഭയങ്കര ദുർഗന്ധമായിരിക്കും, 2 ചെവിയിൽ നിന്നുമാണ്. അപ്പോൾ കാണിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ സാങ്കേതിക ജ്ഞാനം ഉള്ളവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? അത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ 2 ചെവിയും ഓപ്പറേഷൻ ചെയ്താൽ ഇതിന് കേൾക്കാൻ പറ്റുമോ, എത്ര ശതമാനം കേൾക്കാൻ പറ്റും, അത് ഡോക്ടർമാർക്ക് പറയത്തില്ല. അവർക്കറിയത്തില്ല എത്ര ശതമാനം ഇത് കേൾക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് കേട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. സയൻസ് അല്ലേ, ഹൈപ്പോത്തിസിസ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഇവർ ഏഷ്യയിലെ ഏറ്റവും നല്ല ENT എടുത്ത് കൊണ്ടുപോകും, മനോജ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ മനോജ് ഡോക്ടറും പറയും ഇത് 2 ഓപ്പറേഷൻ ചെയ്യണം, അത് ആ പാട നമ്മൾ കൃത്രിമമായിട്ട് വെക്കണമെന്നൊക്കെ പറയും. അതാണ് നമുക്ക് സാങ്കേതികമായി കേൾക്കണത്. പക്ഷെ കർത്താവിൻ്റെ ചെവി കൊടുത്ത് കേൾക്കുമ്പോൾ വേറെ വിഷയമാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും ഇത് ഓപ്പറേഷൻ വേണ്ട, കർത്താവ് ഇത് സുഖപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയും. അത്രേ ഉള്ളൂ കേൾക്കണത്. ആ ചെവി അന്ന് തന്നെ പഴുപ്പ് അവസാനിക്കും. ഇന്ന് വരെ പിന്നെ പഴുപ്പ് വന്നിട്ടില്ല. ആ സാക്ഷി ഇന്നിടുന്നുണ്ട്, നിങ്ങളെ പോയി ഇന്ന് കാണണം കേട്ടോ ആ സാക്ഷ്യം. അതിൻ്റെ കർത്താവിന് ചെവി കൊടുത്ത് കേൾക്കണമെന്ന് പറയും. അത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല. അപ്പോസ്തലിക കാലത്തെ സഭയുടെ അഭിഷേക ആ ഡൈമെൻഷൻസ് കുറയുകയും ലോകത്തിൻ്റെ ജ്ഞാനം വളർന്നപ്പോൾ അത് എടുത്തിട്ട് ആത്മാക്കളുടെ ആഫ്റ്റർ ഓൾ നമ്മൾ ആ ഒരു മനുഷ്യൻ്റെ കാര്യം സാങ്കേതികമായി മാനസികമായി കേട്ടത് കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവം എന്താ നോക്കണത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് ഇവിടെ. ആ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യത്തിന് ദൈവപിതാവ് കൊടുത്ത മറുപടിയാണ് കർത്താവിൻ്റെ പുനരുദ്ധാനമെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ ചെയ്യുന്നതിന് പകരം അവൻ ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ ഉയർത്തുന്നപ്പോൾ എനിക്ക് പങ്കാളിത്തം ലഭിക്കുമെങ്കിൽ അതാണ് നിത്യത എന്ന് പറയുമ്പോൾ നിത്യതയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിത്യതയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരു വ്യക്തികളുടെ സാങ്കേതിക ജ്ഞാനവും ദൈവം തള്ളിക്കളയും. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരെ അവിടെ ബുദ്ധികൾ തന്നെ ദൈവം കുടുക്കിയെന്ന് പറയുന്നത്. അത്ര കുടുക്കിലാണ് സഭ കിടക്കുന്നത്. സഭയുടെ പല സാങ്കേതിക കൗൺസിലിംഗ് സംഭവങ്ങൾ കിടക്കുന്നതിൻ്റെ അവസ്ഥ ഇതാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഈ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഇവൻ സാക്ഷ്യം വഹിക്കുമോ? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി ഇപ്പം അനിലിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അനിൽ എന്താ പറയണത്? ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്നു.
ഞാൻ അരമണിക്കൂർ വചനം വായിക്കണമല്ലോ. ഞാൻ വചനം വായിക്കാനും തുടങ്ങി വൈഫിൻ്റെ കൂടെ. അപ്പോഴൊരു വചനം എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു. അപ്പോൾ ഞാൻ ഓർത്തത് നല്ല വചനങ്ങൾ, ഇപ്പോൾ പെട്ടി വചനങ്ങളുണ്ടല്ലോ, പെട്ടി വചനങ്ങളെന്ന് പറഞ്ഞ സാധനമില്ലേ, എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഈ പെട്ടി വരണ വചനങ്ങളുണ്ടല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ തത്തച്ചിട്ടെടുക്കണ പോലെ എടുത്ത് നോക്കത്തില്ലേ, അല്ലേ, നിനക്ക് സമാധാനം, അല്ലേ, ഞാൻ പെട്ടി വചനം. ഈ പെട്ടി വചനം മനുഷ്യനെ ശരിക്കും തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെല്ലാം നല്ലതാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല എഴുതി കിട്ടിക്കുമ്പോൾ ഒരു വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ. നിന്നെ ഒരിക്കലും മാനസാന്തരപ്പെടുത്തത്തില്ല. നിനക്ക് തിന്മയുണ്ടെങ്കിൽ, നിനക്ക് പാപമുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ വഴികളിലല്ലെങ്കിൽ നിന്നെ തിരിച്ചു വിളിക്കത്തില്ല. നീ എല്ലാ പാപങ്ങളിലും തിന്മകളിലും അഴിമതികളിലും അനീതികളിലും ആഭിചാരങ്ങളും വ്യഭിചാരങ്ങളും മുഴുകുമ്പോഴും നിനക്ക് ആശീർവാദം നൽകിക്കൊണ്ടിരിക്കും പെട്ടിവചനങ്ങൾ. പക്ഷേ അതുകൊണ്ടാണ് പെട്ടിവചനങ്ങൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ, ഞാനതിനെ നിഷേധിക്കുന്നില്ല, ആഫ്റ്റർ ഇറ്റ് ഈസ് വചനം, അത് വചനം തന്നെയാണത്. പക്ഷേ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യങ്ങളെ അത് സാധീകരിക്കത്തില്ല. മനസ്സാന്തത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ വചനങ്ങൾ ഒരു ഭാവുകങ്ങളായി മാറും. ഭാവുകം ഇനി ഫുൾ ക്യാൻ ഗീവ് യു എക്സെപ്റ്റ് ഗോഡ്. കാര്യം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് പിന്നെ ആർക്കും ഭാവുകം നൽകാം. ഭാവുകം നൽകിക്കൊണ്ട് നിന്നെ എത്ര കാലം ദൈവത്തിന് കൊണ്ട് നിർത്താൻ പറ്റും? ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ നിർത്താൻ പറ്റുമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള ജീവിതത്തിന് ആരാണ് മുതൽ മുടക്കാൻ പോണത്? നോബഡി. അതുകൊണ്ടാണ് കലേബിനെ കുറിച്ച് പറയണത്. എന്താ പറയണത്? കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. എന്താണ് വ്യത്യസ്തം? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഖ്യ 14:24. ഒന്നിനു പറഞ്ഞേ. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞേ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. അത് കാണുകയില്ല. ഞാൻ വാഗ്ദാന ഭൂമി കാണുകയില്ല, നിയോഗം പ്രാപിക്കത്തില്ലെന്നാണ് പറയണത്. എന്നാൽ എന്റെ ദാസനായ കാലെബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ചൈതന്യം വ്യത്യസ്തമായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചൈതന്യമാണ് വ്യത്യസ്തമായത്? അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ അനുഗമിക്കുന്നതിന്റെ വിഷയത്തിൽ ഒരു ഉഡായിപ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് സംഭവം? ദൈവം അംഗീകരിക്കുന്ന അനുഗമിക്കലുണ്ട്, ദൈവം അംഗീകരിക്കാത്ത അനുഗമിക്കലുണ്ട്. കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാരണം എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചെന്ന് പറയുമ്പോൾ there is a position of the ഭാഗികമായ അനുഗമം. എന്താണ്? ഒരു പൊസിഷനുണ്ട്. എന്താണ്? ഭാഗികമായി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അനുഗമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചൈതന്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ദൈവത്തെ ഭാഗികമായിട്ടേ അനുഗമിക്കത്തുള്ളൂ. നന്മകളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ജോലി, വീട്, വിവാഹം എല്ലാം കിട്ടുമ്പോൾ യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞിട്ടിരിക്കും ഭാഗികമായി. തിന്മകളെങ്ങാനും കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുമില്ല, പള്ളിയുമില്ല, കുദാശയുമില്ല, ഒന്നുമില്ല. ഭാഗികമായ അനുഗമിക്കൽ. കുരിശുണ്ടാകുമല്ലോ. ഉത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കുള്ള വഴികളിൽ എവിടെയെങ്കിലും കുരിശും മുൾക്കിരീടവും നെഞ്ചത്തൊക്കെ എടുത്തൊക്കെ ഉണ്ടാവും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കുരിശിനെ ഏറ്റെടുക്കുന്നവർ ഇപ്പം തന്നെ ഈ അനൂപിൻ്റെ സാക്ഷ്യം, അനിലിൻ്റെ സാക്ഷ്യം വീണ്ടും കൃത്യമാകുന്നത്. അതിന് വേറൊരു കാര്യം പറയുന്നുണ്ട്. ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ അതായത് ഈ 9:23-24 മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഇവരുടെ ഭാര്യ വചനം വായിക്കുകയാണ്. അപ്പം ഈ ഭാര്യ വചനം വായിക്കുമ്പോൾ ഒരു വചനം വല്ലാണ്ടിങ്ങനെ അനിലിനെ ക്യാച്ച് ചെയ്യും. സാധാരണ ഞാൻ ഓർക്കും ആരെയും ക്യാച്ച് ചെയ്യാത്ത വചനമാണ് ഇവനെ ക്യാച്ച് ചെയ്യണത്. എല്ലാവരെയും ക്യാച്ച് ചെയ്യണ വചനങ്ങൾ നല്ല ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ കൂടെ ദൈവം ഉണ്ടല്ലോ. പക്ഷേ ദൈവം ഇല്ലാത്ത സമയമുണ്ട്. ഇല്ലാത്ത സമയത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ് അനിലിനെ ക്യാച്ച് ചെയ്യണത്. 9:43 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ.